ഓഡിയോ എഞ്ചിനീയർ എന്ന് പറയാം. അപ്പം ഇതാണ് നമ്മളെ സ്ഥലട്ടാ, നമ്മളതിനുള്ളിൽ ഡബ് ചെയ്ത്. ഗൈസ് നമ്മളിന്ന് കാസർഗോഡ് പോകാൻ പോവാണ്. ഞാനുണ്ട്, സാപ്പിയുണ്ട്, ജിഷിനുണ്ട്. നമുക്ക് ചെറിയൊരു ഡബ്ബിങ് പരിപാടി ഉണ്ട്, ചെറിയ ഡബ്ബിങ് പരിപാടി. സാപ്പി രാവിലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കാരണം വെച്ചാൽ രാവിലെ നല്ല പെൺകുട്ടികളുണ്ടാവും, കോഴിക്കോട് പോകണ നല്ല പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ അത് കാരണമാണ് ഇപ്പം തന്നെ പോണത്. ശരിക്കും ഒരു രാത്രി ഞാൻ പറഞ്ഞു നാളെയാണ് ഡബ്ബിങ്. അപ്പോൾ ഇന്ന് തന്നെ പോകുന്നു സാപ്പിയോട്. രാവിലെ നല്ല പെൺകുട്ടികളുണ്ടാവുന്ന കാരണം അപ്പോൾ നേരെ അങ്ങ് പോകാൻ വെച്ചിട്ട് സൈഡിൽ കൂടെ പെൺകുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ആയിട്ട് നടക്കുക ജിഷിൻ. അങ്ങനെ സാപ്പി ഇറങ്ങിയ ഷോർട്ട് ഫിലിമിന്റെ ഡബ്ബിങ് ആണ്. സാപ്പിയെ എന്താണ് പറയാനുള്ളത്? നമ്മള് പറയാനുള്ള വെച്ചാല് ഷോർട്ട് ഫിലിം ഡബിങ് ആണ് പോണത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ ഒന്നും പറയാ, എക്സ്പീരിയൻസ് പക്കാണ്. എനിക്ക് റോള് മെയിൻ റോളാണ്, കണ്ടോളി. അപ്പോൾ ട്രെയിന് വന്നാൽ മോനെ തിരക്കുണ്ടോ ഇല്ല അറിയില്ല, പക്ഷെ നല്ല ആൾക്കാർ അവിടെ കാണുന്നുണ്ട്. നല്ല തിരക്കുണ്ടാവട്ടാ. എനിക്കൊന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഈ തിരക്കുണ്ടാവും. ഈ നല്ല തിരക്കുള്ള സമയത്ത് ട്രെയിൻ പോയിട്ട് ശീലമില്ല. വലിയ വീട്ടിൽ കുട്ടില്ലേ, അപ്പൊ ആ കാരണം അമ്പായിന്റെ മോനാണ്. അപ്പൊ അത് കാരണം അവർക്ക് വലിയ തിരക്കിലൊന്നും പോയിട്ട് ശീലമില്ല. കണ്ടാ വന്ദേ ഭാരതിലൊക്കെ പോകുള്ളൂ. വന്ദേ ഭാരതിലൊക്കെ യാത്രയാണ് കുട്ടിയാണ്. നല്ല മഴയത്തൊരു ട്രെയിൻ യാത്ര, അത് പൊളിക്കുട്ടാ. അല്ലേ ഹാപ്പിയെ? പൊളിക്കൂലേ മഴയത്തിലെ യാത്ര? ചിറാപ്പുഞ്ചി പാട്ടി പാടി പോവാൻ. ചിറാപ്പുഞ്ചി യാത്ര. നല്ല മഴ കേട്ടോ, നല്ല തിരക്കുണ്ട്. മഴയത്ത് നല്ല തിരക്കിൽ പൊളിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല, തിന്നാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ പോവാ. നല്ല കാറ്റ്, നല്ല മഴ, ട്രെയിൻ യാത്ര വേറെ വൈബാവും. എനിക്ക് ഇപ്പൊ പറഞ്ഞില്ലേ ഇവന് ഇപ്പൊ മൈക്ക പോയാലും ഞങ്ങൾ ഡബ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ എന്റെ കൂടെ ഉണ്ടാ. എനിക്ക് നാളെ വീഡിയോ എടുക്കാനും മറ്റന്നാൾ വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും ഉണ്ടാവും. മൈക്ക് പോയാല് ഞാൻ എന്തായാലും മൈക്ക് ഇട്ടിട്ട് ഞാൻ വരുള്ളൂ. ട്രെയിൻ പോയാലും കുഴപ്പമില്ല. ഞാനും അതേമാതിരി തന്നെ. മൈക്ക് ജിഷിന് വേറെ ടൈപ്പാണ്, ഓനെ കപ്പിൾസ് ആണ്. എനിക്ക് ജിഷിന്റെ വീഡിയോ മാത്രം, അവന്റെ വീഡിയോ സെറ്റ് ആയി അവണ്ട് പോകും. പിന്നെ ഒരു വീഡിയോ ഇല്ല. പിന്നെ അവൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത സമയം അവൻ തിരിച്ചുകൊണ്ട് വരും. ജിഷിന്റെ സംഭവം എന്ന് വെച്ചാൽ ജിഷിൻ്റെ വീഡിയോ എടുക്കും. അപ്പോൾ ജിഷിക്ക് ഭയങ്കര സ്നേഹമൊക്കെ, പഴംപൂരി ഉള്ളിവട സമൂസമൊക്കെ മേടിച്ചു തരും. വീടിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്നേഹമില്ല. പിന്നെ പഴംപൂരി ഉള്ളിവട ഒന്നുമില്ല. പിന്നെ എന്തേ ആട്ടുകാരാണ് വരും. പിന്നെ അടുത്ത വീഡിയോ പിന്നെയും വരും. എസീമ പഴംപൂരി 2 രൂപ. എത്രയാണ് മേടിച്ചു? ഒരു കുഴപ്പമില്ല. എത്രയാണ് മേടിച്ചു അല്ലേ സാഫിയ? അതത്രേ ഉള്ളൂ, ഒറ്റ മിനിറ്റ്. അതാക്കാണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കട്ടാ. ഇതാ തിരൂരിൽ ട്രെയിൻ എടുത്ത് ഇവിടെ ഇങ്ങനെ നീങ്ങിയിരിക്കുകയാണ്. കണ്ടില്ലേ? തിരൂര് അല്ല നന്ദിയല്ല, നദി. തിരൂർ നദി. പുഞ്ചിരി മയത്തോ നിലവഞ്ചി തുണയത്തോ. ഈ ഒരു മഴയത്ത് ഞാൻ ഒരു പാട്ട് പാടാണ്ട് പോകണം. ഈ ഒരു മഴയത്തൊരു നല്ല പാട്ട്, ട്രെയിൻ യാത്ര. ട്രെയിൻ എല്ലാവരും ഒന്ന് ഓണാട്ടെ. ഹർഷമായി എന്നിലെ ദൂതനായി വന്നു ഞാൻ, മായാ നദി. നദി. നമ്മളുണ്ടല്ലേ, നമ്മളൊക്കെ ഈ ജീൻസും സാപ്പി കുറച്ച് റീച്ച് ആയപ്പോൾ ഫുള്ള് ഇതാ ഷൂസൊക്കെ ഇട്ട് വരുള്ളൂ. ഷൂസൊക്കെ ഇട്ട് പുറത്തു പോകുള്ളൂ. നമ്മൾക്ക് നോർമല് ട്രാക്ക് ഷൂട്ട്, ജേഴ്സി ഇതൊക്കെ നമുക്ക് മെസ്സം. സാപ്പി പച്ച ഷർട്ട്, ജീൻസ്, പാൻറ്. സാപ്പിയെ എൻ്റെ ഡ്രസ്സിൻ്റെ എത്ര റേറ്റ്? എത്ര പാൻറ്റിന്? എത്ര പാൻറ്റിന് 700. ഷർട്ടോ? ഷർട്ട് 300. ഷൂസോ? ഷൂസ് 1500. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൈസക്കാരെ വീട്ടിലെ മോനാണ്. അപ്പോൾ നല്ല റിച്ചസ്റ്റ് സാധനം മാത്രമേ എടുക്കുള്ളൂ. സാപ്പിനെ ഡൗൺ ടു എർത്താണ്. ഇത്ര റീച്ച് ഉണ്ടെങ്കിൽ ആള് ആ ഒരു നിൽക്കുള്ളൂ, റേഞ്ചിലേക്ക് നിൽക്കുള്ളൂ ആള് സാപ്പി. അപ്പോൾ സാപ്പിനെ പോലെ ആവണം എല്ലാവരും, സാപ്പിൻ്റെ പോലെ എല്ലാവരും ആവണം. ജിഷിനെ കണ്ടില്ല, അഹങ്കാരമാണ്. വലിയ വീട്ടിൽ അച്ഛനൊക്കെ വലിയ പൈസക്കാരനായ അതിൻ്റെ അഹങ്കാരമാണ്. അപ്പം അങ്ങനെ നിൽക്കണേ അല്ലേ സാപ്പിയെ? അഹങ്കാരം കൊടുക്കണം. നമ്മളെ കണ്ടില്ലേ, നമ്മൾ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഷൂവും ക്വാണ്ടിറ്റി. അപ്പോൾ ഞാനേ വിഷ്വൽസ് കാണിച്ചു പുറത്തുള്ള നല്ല വിഷ്വൽസ് കാണിച്ചു തരാം. നല്ല നല്ല സെറ്റ് വിഷ്വൽസ് എനിക്ക് കാണിച്ചു തരാം ഞാൻ മക്കളെ. തോണി തുഴഞ്ഞ്
ഭൂമി തുഴഞ്ഞു പോകും നമ്മൾ മായാ നദി. പോകുമ്പോൾ നല്ല വൈബ് അടിച്ച് പോകണം, സെറ്റായി പോകണം എന്ന് പറഞ്ഞ ആളാണ്. 2-3 വാഴ തുറന്ന് കിടക്കുകയാണ് ആ സാപ്പി പൊട്ടിച്ച്. സാപ്പി ലാസ്റ്റായി എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ സംഭവം അറിയില്ല, എന്തോ ഒരു ഇമോഷണൽ ഡാമേജ് ഉണ്ടായിക്കണം, എന്തോ പറ്റിയാണ്. എൻ്റെ പൊന്നു മക്കളെ, ദേഷ്യം വന്ന് മരിക്കൂടെ ട്രെയിൻ പോയത്. യുദ്ധക്കളം പോലെയായിരുന്നു, യുദ്ധക്കളം പോലെ. എത്രപ്പുറം ആൾക്കാരാണ്, ഭ്രാന്ത. അതിനൊക്കെ വട, ചായ, ചമ്മന്തി. അല്ലാ, അതിനാണ് അവിടുന്ന് 2-3 എട്ടുമാരെ സാപ്പിനെ തിരിച്ചറിഞ്ഞു. അല്ല, സാപ്പിന്റെ ഇനി പറയും വേണ്ട, ഈ ഏരിയ നിൽക്കാൻ പറ്റില്ല. സാപ്പിന് സന്തോഷം കൊണ്ടേ അങ്ങനെ ഗൈസ് 5-6 മണിക്കൂറത്തെ ട്രെയിൻ യാത്ര കഴിച്ച് ഇവിടെ എത്തി. ഈ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താട്ടാ. മലപ്പുറത്ത് ടു കാഞ്ഞങ്ങാട്, കാസർഗോഡ് ട്രെയിൻ യാത്ര പറഞ്ഞാൽ പല പല ആൾക്കാരാണ്. ഒന്നാമത് ഭയങ്കര തിരക്കാണ് ട്രെയിനിൽ. ആ തിരക്കിനോട് എങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് വട ചായ പ്രാന്താവും. മൊത്തം എണ്ണമൊക്കെ കൂടെ. ഈ ട്രെയിൻ ഫീൽ എന്ന് പറഞ്ഞാൽ വൃത്തിയിട്ട ഫീലാണ് സത്യമായിട്ടും. ഒരു അഭിപ്രായം ഇല്ല, നിന്ന് മണിക്കൂർ. എത്രപ്പുറം ആൾക്കാരല്ലേ ഇത്. മൊത്തം ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരല്ല എൻ്റെ ബോഗിന്ന്. എൻ്റെ പൊന്നു മക്കളെ, ചത്തിയാൻ. നിൽക്ക് സാപ്പി നിൽക്ക്. എടാ മോനെ കണ്ട് കയറി വാ, അവിടെ നിൽക്കല്ലേ. നിനക്കിത് പറ്റി എൻ്റെ ഉത്തരവാദിത്തമാണ്. നിന്നെ നോക്കണപ്പോൾ ഞാനാണ്. ഫണ്ടൊക്കെ പിന്നെ നമ്മൾ വേറെ കുറേ ഫണ്ടുണ്ട്, കയറി വാ. എടാ നിങ്ങൾ കയറി വാ, വേറെ കുറേ ഫണ്ട് നമുക്കുണ്ട്. ഇത് വേറെ ഡേഞ്ചറാണ്, നീ ഒന്ന് മനസ്സിലായില്ലേ. ട്രെയിൻ വരണേ അത് ഭയങ്കര ഡേഞ്ചർ. അപ്പോൾ നിന്നെ നോക്കുന്ന ഉത്തരവാദിത്തം എനിക്കാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഭയങ്കര ഡേഞ്ചർ കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഏട്ടാ ട്രെയിൻ വന്നാലാ തെറിക്കൂലേ. വേറെ കുറേ ഫണ്ടുണ്ട്, ഇനി കുറേ ഫണ്ട് നമുക്ക് ചെയ്യാനുണ്ട്, മനസ്സിലായില്ലേ. ഇതൊക്കെ എന്താട്ടാ, ഇത്ര പ്രായമില്ല, അത് മനസ്സിലാക്ക്. എന്തേ പറ്റി പിന്നെ ഞാനാവും പ്രശ്നക്കാരനെ കേട്ടാ. നമുക്ക് വേറെ കുറേ ഫണ്ടുണ്ട്, ഇതൊന്നും ഫണ്ടല്ല. വേറെ കുറേ ഫണ്ട് നമുക്കുണ്ട് കേട്ടോ മോനെ. എടാ മോനൊക്കെ നീ കയറി വാ, ഞാൻ പറഞ്ഞുതരാം മോനെ. ഇങ്ങോട്ട് കയറി വാ, ഞാൻ പറഞ്ഞുതരാം. കുറേ ഫണ്ട് നമുക്ക് വേറെ കുറേ ഫണ്ട് നമുക്കുണ്ട്. ഇതൊന്നും ഒരു രസമുള്ള കാര്യമില്ല. ചെയ്യുമ്പോ ചാട് അങ്ങോട്ടൊക്കെ ചാടി പോവാ. ഇനി കുറെ ചാടി കളിക്കണ്ട്, മനസ്സിലായില്ലേ. അങ്ങനെ അവസാനം നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കണ്ട, കാഞ്ഞങ്ങാട്. ഇനിയാണ് പരിപാടി, ഡബ്ബിങ് കാര്യങ്ങളൊക്കെ. ഇനി പോയി ഫുഡ് കഴിക്കട്ടെ. 5-6 മണിക്കൂർ പട്ടിണിയായിരുന്നു, നല്ല പട്ടിണി, ഒന്നും കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനിയാണ് പരിപാടി. ഇനിയിപ്പോൾ ഡബ്ബിങ് ഒരു 5-6 മണിക്കൂറത്തെ ഡബ്ബിങ് ഉണ്ട്. ഒരു 13 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിമാണ്, അത് മൊത്തം ഡബ് ചെയ്യണം. എന്താണെന്നും അറിയില്ല, എങ്ങനെ ചെയ്യും എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഡബ്ബിങ്. സെറ്റാക്കാ. ഇത്ര ചളി ചവിട്ടിയാ അങ്ങനെ ചളി ചവിട്ടി നടത്തുന്നത്. എൻ്റെ നടത്തം ഇങ്ങനെയാണ് ഗൈസ്. ലഡു കഷ്ടപ്പെടുത്ത കാര്യം പറയണ്ടേ ഗൈസ്. ജിഷിനെ എന്താ അറിയോ, ജിഷിന്റെ പ്രോട്ടീൻ എന്താ വെച്ചാല് അങ്ങനെ സാധനം ഉണ്ട്. അതെന്താ വെച്ചാല് ജിഷിനെ കണ്ടില്ല, അവനെ കാണിച്ചു കൊടുത്താ. ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഓന് എങ്ങനെ നടക്കും, എങ്ങനെ പോണതും ഇതൊക്കെ അറിയില്ല. ഇത് മറ്റേ ബാഗ് തൂക്കി പോകാൻ ജിഷിന് ആചാരിക്കാണ്. ഒരു കാഞ്ഞങ്ങാട് കയറാൻ ഒരു കിലോ ഡ്രസ്സൊക്കെ എടുത്ത് ഒരു കിലോ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിരിക്കുന്നു ഗൈസ്. 1 കിലോ ഡ്രസ്സ്, പിന്നെ തിന്നാനുള്ള അവനക്ക് എല്ലാ സാധനങ്ങളും ബാഗിലുണ്ട്. പിന്നെ വായ കതച്ചിക്കണ്. ഇനി പുറത്ത് സാപ്പിഞ്ഞ് വർത്താൻ പറയില്ല. അവിടെ കഴിഞ്ഞ അവിടെ എന്തൊക്കെയാ പറയണത് ആർക്കും അറിയില്ല. യെസ് ഗൈസ്, അവിടെ അവസാനം നമ്മളെ ഡയറക്ടർ എത്തിക്കണം. മൊത്തം വ്ളോഗർമാർ. നമ്മളെ ഡയറക്ടർ മിസ്സിസ് നീരജ് കുരുവിള ഇവിടെ എത്തിക്കണ്. ഇതാട്ടെ നമ്മളെ ഡയറക്ടറാണത്. ഡയറക്ടർ നമ്മൾ കാഞ്ഞങ്ങാടെത്തി ഡയറക്ടറാണിത്. നമ്മളെ ആ ഫസ്റ്റ് ടൈം 13 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിമാണ്. ഇതാണ് ഡയറക്ടർ ആള്. നമുക്ക് കുഴപ്പമില്ല, നല്ല റോളൊക്കെ ഉണ്ട്. എന്ത് കൊടാ മോനെ, അപ്പൊ നിന്നെ കാര്യല്ലേ നടത്തിപ്പിക്കലെന്ന്
അപ്പൊ ഗൈസ് അവൻ നടക്കാണ്ട് പരിപാടി. അപ്പൊ കാറൊക്കെ വിചാരിച്ചു വന്ന ആളാണ്, ഇനിയിപ്പോ നടന്നു പോകേണ്ട അവസ്ഥയല്ലല്ലോ. ഫുള്ള് നടത്തം, ഇനി നടക്കുന്ന പരിപാടി. നടക്കുന്നാല് வாழ்க்கை அம்பனில் மூஞ்சியில் மூஞ்சி 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 மூஞ்சியில் என்ன தூர்னோ ഇത്ര നേരം ട്രെയിനിൽ നിന്ന് ഇനി അങ്ങോട്ട് നടത്തം, ഇനി അങ്ങോട്ട് ഫുള്ള് നടത്തം. കാറ് ബസ് എന്നൊക്കെ പറഞ്ഞ നാളെ ഇപ്പൊ ഇനി നടക്കാൻ പോണ്. കാറുണ്ടാ ഓട്ടോറിക്ഷയിലാണ് നമ്മള്. കട കണ്ട അപ്പോഴും കയറിക്കൊള്ളു. ജിസിന്റെ മെയിൻ പരിപാടി എല്ലാ കടയിലും കയറും. നല്ല പക്ഷെ കുറച്ച് സ്റ്റാൻഡേർഡ് വേറെ കുഴപ്പമൊന്നുമില്ല. തിന്നോട്ടെ അവനെ കണ്ടിട്ട് കുഴപ്പമില്ല, നല്ല മെനുണ്ട് കാണാൻ. ശക്തമായ മഴ കേട്ട കൈസ്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടന്നു പോകണം. കാറിന് വിചാരിച്ചിരുന്നു ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ പോകുന്ന അവസ്ഥ. ഫുഡേ കണ്ടേ, അതാണ് മെയിൻ പരിപാടി. ഒരു നോർത്ത് ഇന്ത്യയിൽ പോയ ഫീലാണ്. അങ്ങനെ എന്താ പോലെ തോന്നുന്നുണ്ട്. നോർത്ത് ഇന്ത്യ അങ്ങനത്തെ സ്ഥലം പോലൊക്കെ ഫീല്. ഞാൻ പോയിട്ടില്ല, പക്ഷെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു പോലെ തോന്നി. അങ്ങനെ ഗൈസ് 5-6 മണിക്കൂറിൻ്റെ ഇടവേള കഴിച്ച് നമ്മൾ നേരെ ഹോട്ടലിൽ കയറി പോകട്ടോ. രാവിലെ 11:30 സമയം. ഇപ്പോൾ ഇവിടെ രാവിലെ തന്നെ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാണ്. ജിഷിനൊക്കെ പ്ലേറ്റ് കടിച്ചു നിന്നും അമ്മാതിരി ഇരിപ്പായിരിക്കണം. വിശന്നിട്ട് മുഖം നോക്കാൻ വേണ്ടത്, സാപ്പിന്റെ മുഖം നോക്കാം കിട്ടാണ്ട്. അവസാനം നമ്മളെ സാധനം എത്തിക്കുന്നുണ്ട്. അത് നെയ്ച്ചോറാണ് ബിരിയാണി സംശയമുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് മഞ്ഞ കളറാണ് മലപ്പുറത്തൊക്കെ, പക്ഷെ ഇവിടെ വെള്ള കളറിലാണ് ബിരിയാണി. ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല. ജസീമിന്റെ സന്തോഷമാണ് നമ്മൾ കാണുന്നത്. ചിരിയണ്ട കടിക്ക് കാട്ടെ. അങ്ങനെ ഫുഡ് എടുക്ക കഴിഞ്ഞ് കാറിൽ പോന്ന് വിചാരിച്ചതാ. ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏതുകൊണ്ടെങ്കിലും പോയാൽ മതി. ഏത് മൂട് അപ്പോൾ ഗായ്സ് 10-15 മിനിറ്റിൻ്റെ ഓട്ടോറിക്ഷ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ എത്തിക്കട്ടാ. ജിഷിനൊക്കെ എന്താ AC ഒക്കെ ഉണ്ടാകണ്ടേ, ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇത്ര നേരം യാത്ര ചെയ്ത് ചൂടത്തിരുന്നിട്ട് സാപ്പിക്കൊന്നും വയ്യ. AC ഉണ്ടപ്പോതാ ഇങ്ങനെ മയങ്ങാണ്, മെല്ലെ മെല്ലെ മയങ്ങണ്ടില്ലേ. ഇതാണ് നമ്മളെ ഈ ഡബ്ബിങ്ങിനെ സെറ്റ് ആക്കാണ്. അപ്പുറത്തെ ഡാമിന്റെ ഡയറക്ടർ ആയിരിക്കണം. സൗണ്ട് എഞ്ചിനീയറിന്റെ പേര് എന്താ പറയാ? ഇപ്പം മ്യൂസിക് ഡയറക്ടറാ? മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്യുന്ന ആള്. ഓഡിയോ എഞ്ചിനീയർ എന്ന് പറയാം. ഓഡിയോ എഞ്ചിനീയർ എന്ന് പറയാം. അപ്പം ഇതാണ് ഓഡിയോ എഞ്ചിനീയർ, നമ്മുടെ ഡയറക്ടർ. ഇത് പിന്നെ സാപ്പിയും ജിഷിനും. ഇതാണ് നമ്മളെ സ്ഥലട്ടാ, നമ്മളതിനുള്ളിലാണ് ഡബ് ചെയ്തത്. അപ്പോൾ ഡബ്ബിങ് സ്റ്റുഡിയോ കാണാത്ത ആൾക്കാർ കണ്ടോളൂ. സാപ്പിയൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഡബ്ബിങ് സ്റ്റുഡിയോ കാല് കുത്തി.
അതിൻ്റെ ഓ അവന് കുത്തിക്കണത് ഞാനാ സത്യമോ എന്താ പാടെ എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എന്താ പാടെ? എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഡബ്ബിങ് സ്റ്റുഡിയോ കയറുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പേടിപ്പിച്ചിട്ടില്ല, നല്ല വൃത്തിക്ക് ഡബ് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ ടെൻഷൻ വരുമ്പോൾ അവർ പറഞ്ഞുതരും കുഴപ്പമില്ല, സെറ്റ് ചെയ്യുക. ഓരോ ഷോട്ട് കട്ടാക്കി എടുത്തിട്ട് നല്ലപോലെ വൃത്തിക്ക് സെറ്റാക്കി തന്ന് ഒരു പേടിയില്ലായിരുന്നു. ഇതാണ് നമ്മളെ ഇതാട്ടാ ഡബ്ബിങ് സ്റ്റുഡിയോ. ഇതാണ് ആൾക്കാർ, ഓഡിയോ എഞ്ചിനീയർ ഇതാണ്. നമ്മളെ പരിപാടി ഇവിടെ നടക്കണ്ട, എല്ലാ പരിപാടി ഇവിടെ നടക്കണത്. എന്താ ശരി കിടന്ന് കുതിര കളിക്കല്ലേ, ഒരു ഡബ്ബിങ് സ്റ്റുഡിയോ ആണല്ലോ ഇതൊന്നുമില്ല. കിടന്നുറങ്ങി ഇങ്ങനെ കാലും കയ്യൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എന്താ മമ്മൂട്ടിയോ ചെറുപ്പനെ ഇങ്ങനെ കിടന്നുറങ്ങണം. അവൻ്റെ ഫോണ് നേരെ അതിൻ്റെ ഉള്ളിൽ വീട് അതിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് നേരെ ഉപ്പിന് വരെയാണ് എൻ്റെ ഫോൺ ചത്ര എവിടെ കാണാൻ. എന്ത് ഫോണ് പെണ്ണിന് വേഗം നടക്കരുത്, എന്ത് ഫോണാണുള്ളത്? സാപ്പിയെ എങ്ങനെയുണ്ട് ഡബ്ബിങ് സ്റ്റുഡിയോ? ഡബ്ബിങ് സ്റ്റുഡിയോ സൂപ്പർ ആയിക്കണ്. കണ്ടിട്ട് നല്ല പേടിയുണ്ട്. ഡബ് ചെയ്യാനൊക്കെ കൈയും കാലും തരിക്കുക. പിന്നെ എന്താണ് അടിപൊളി ആംബിയൻസ് ആണ്, സെറ്റാണ് ആംബിയൻസ്. തണുപ്പ് നല്ല AC ഉണ്ടോ? AC സെറ്റ് കാണിച്ചു, AC ഫുള്ള് സെറ്റാണ്. ജിഷിനൊക്കെ പേടിച്ച് കൊടുക്കണേ. ജിഷിനൊക്കെ ഡബ്ബിങ് കാരണം ജിഷിനെ പേടിച്ചിരിക്കണേ. ഫസ്റ്റ് ഇന്ന് കയറ്റിവിടാൻ നോക്കണേ. ഫസ്റ്റൊക്കെ നമുക്കേ എൻ്റെ സാപ്പിന് ജിഷിൻ്റെ ഒക്കെ ചില സീൻസൊക്കെ ഞാൻ കാണിച്ചിട്ടാ. ഗൈസ് ഈ ഡബ്ബിങ് എന്ന് വെച്ചാലേ ചില്ലറ കാര്യമില്ല, ഭയങ്കര റിസ്ക്കാണ്. ഞാനിപ്പോൾ കയറിയിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂറായി. ഇതുവരെ സംഭവം തീർന്നിട്ടില്ല. കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ, ഈ കാണുന്ന പോലെ ഒന്നുമല്ല. നമ്മളെ ഒരു ഹൊറർ മൂവിന് ഷൂട്ടിങ്ങിനാട്ടാ. ചെറിയ സൗണ്ടും കേൾപ്പിച്ചില്ല. ഗൈസ് 2 മണിക്കൂർ ഡബ്ബിങ്ങിന് ശേഷം പരിപാടി തീർന്നത്. അമ്മോ തീർന്നു ഗൈസ്, എൻ്റെ തീർന്നു. അല്ല എവിടെ പറഞ്ഞേ കേട്ടോ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഡബ്ബിങ്ങിനെ സ്പേസ് ഇട്ടാ. ആൾക്കാർ അവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സൗണ്ടിൻ്റെ ആൾ, കണ്ടില്ലേ? ജിഷിനുണ്ട്, സാപ്പിയുണ്ട്, ഡയറക്ടർ, സൗണ്ട് ഡയറക്ടർ എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ ബൈ, പൊളിച്ച്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓക്കെ ആയി, സെറ്റായി. ഞാനത് ജിഷിൻ്റെയും സാപ്പിൻ്റെയും ഇതാണ് ജിഷിൻ്റെ സാപ്പിൻ്റെ സമയമാണ്. അവർ പെടണ ഞാൻ കാണട്ടെ. ഇതാ നമ്മളിതാ റൂമിലെത്തിക്കണ്ട, കണ്ടില്ലേ? സാപ്പി ചെറുതായി പേടിച്ച് നിൽക്കണ്, ജിഷിനെ പേടിച്ച് നിൽക്കണ്. ഫോണിൽ ചാർജ് ചെയ്ത കാരണം കുറെ വിഷയം എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ കാഞ്ഞങ്ങാടെ ബൈ, ഇനി അടുത്ത വരെ കാണാം. ചെക്കന്മാർ, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ചെക്കന്മാർ കാണുന്നില്ല. ചെക്കന്മാർ ബാത്റൂമിലോട്ടൊന്നൊക്കെ ഇറങ്ങിയിരുന്നു. എന്താ പരിപാടി ആർക്കറിയാ? എന്താ ചെയ്യാൻ പോണ? അപ്പേ ജിഷിനെ ആള് കുറച്ച് സീനാണ്, സാപ്പി സീനാണ്. അപ്പൊ എന്തായാലും ഗൈസ് എന്തോ തൊണ്ടക്കെന്ന് പറ്റി. ഇപ്പൊ എന്തായാലും ഗൈസ് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.